ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതും അതുപോലെ വൈകുന്നേരം ചായയോടൊക്കെ ആണെങ്കിലും കഴിക്കാവുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം നൂഡിൽസ് കൊണ്ടാണ്. ഇത് ഇപ്പി നൂഡിൽസ്. നിങ്ങൾക്ക് മാഗി നൂഡിൽസ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇപ്പി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. 2 കോഴിമുട്ടയും കൂടെ അങ്ങോട്ട് എടുക്കുക, പെട്ടെന്ന് തന്നെ ചെയ്യാം. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് 2 പാക്കറ്റുണ്ട്. ഞാൻ ഒരു പാക്കറ്റ് ഇടുന്നുള്ളൂ. ആവശ്യത്തിന് മസാല ചേർക്കാവുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ അധികം സമയം വേവൊന്നും പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. രാവിലെ പല വീടുകളിലും ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ മതി കുട്ടികൾക്കും, അവർക്ക് വലിയ ഇഷ്ടമായില്ല. നൂഡിൽസിൻ്റെ വേവ് നമുക്കറിയാമല്ലോ, 1-2 മിനിറ്റ് കൊണ്ട് വേവുന്നതാണ്. വെന്തിട്ടുണ്ട്. ഇനി വെന്തതിന് ശേഷം ഈ താത്ത് വെക്കുകയാണ് ഇവിടെ ഇട്ടു. ഇനി ഇതേപോലെ ഗ്ലാസ് എടുക്കുക, 2 കോഴിമുട്ട അങ്ങോട്ട് എടുക്കുക, പൊട്ടിച്ച് ഗ്ലാസിൻ്റെ ഓട്ടിടുക. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങോട്ടിടുക. 1 ടേബിൾ സ്പൂൺ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ഓംപ്ലേറ്റ് അടിക്കുന്ന പോലെ തന്നെ ഒരു അല്പം ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ മുട്ടയൊക്കെ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച ശേഷം ഒരു പാൻ അങ്ങോട്ട് വെക്കാം. ഈ പാൻ്റെ അകത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ആ എണ്ണ എല്ലാ ഭാഗത്തോട്ടും തൂത്തതിന് ശേഷം ഇനി ആ മുട്ട അടിച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഈ മാഗി കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ തീ വേണം നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ. ഈ സവാളയുടെ വെള്ളമോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞത്, ഈ മല്ലിയില അരിഞ്ഞത്. ഒരു ഭാഗം ഇത് വേവിക്കുന്നുള്ളൂ കേട്ടോ. ഈ അടുപ്പങ്ങ് നിർത്തിയിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് നമുക്കൊന്ന് മുറിച്ചങ്ങോട്ട് എടുക്കാം. ഈ ഭാഗം ഇങ്ങോട്ടെടുക്കാം. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ്ങിന് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. നല്ല രുചികരമായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. പിന്നെ വേറെ ആരാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണേലും ഒരുപാട് ഇഷ്ടപ്പെടും. ഇതേപോലെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.